എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ റിവീൽ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് കളറ് ബ്ലാക്ക് ആയതുകൊണ്ടാണ്. കാരണം നമ്മൾ ബ്ലാക്ക് ആയിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞിക്ക് വൈറ്റ് എനിക്ക് മുമ്പേ ഉള്ള ആഗ്രഹമായിരുന്നു, കുഞ്ഞിക്ക് വൈറ്റ് വേണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും വീട്ടുകാരൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ അന്നൊരു ബർത്ത്ഡേ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അയോമീൻ്റെ. അപ്പോൾ അന്നും ആങ്കറിങ് ചെയ്തത് ഈ ചേച്ചി തന്നെയായിരുന്നു. ഞാനിതാ ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ നല്ല ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരക്കിനിടയിൽ എനിക്ക് പായസം കുടിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീമും. ഇതില്ലേ പേപ്പറിൽ ഞാൻ പറയണം. സാഡല്ല ഈ മാസത്തിന് പണിയാണ്, ഓർക്കണം. നമ്മുടെ ധ്രുവത എങ്ങനെങ്കിലും ചിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ കിയാരയ്ക്ക് അതുപോലും ഇല്ല. ഡയലോഗ് ഒന്നാം തരം മേലും തരം ഒരു നല്ല പി തരം പി അത് ഊതി കാണിക്കണം. ഇത് ഞാൻ എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യോ? ഇന്ന് ഇയാൾക്ക് കൊടുക്കട്ടെ ഡയലോഗ്. അല്ല എന്തായാലും ഇയാൾക്ക് അത് അഭിനയിക്കണം. ഹരനേട്ടനും പിന്നെ അപ്പു എന്ന് പറയുന്ന ഒരു ഏട്ടനും പോയിട്ട് രാത്രി തിരിച്ചു വരും എന്ന് പറയുന്നു. കണ്ടോ സുഖു വിത്ത് അമ്മ.
ഈശ്വര ഇതെന്താ തടാകോ ഇങ്ങനെ വരണം. അത് വലുതന്നെ എല്ലാവർക്കും കൊടുത്ത് നിങ്ങൾക്ക് ഏറ്റവും ചിരിടയിലുണ്ട്. അങ്ങനെ ഇതെന്താ തടാകോ? ആരും കണ്ടില്ല. ഭാഗ്യം. ഞാൻ മാത്രമേ കണ്ടു. പ്രിയ സഖി ഗംഗേ പറയൂ. പ്രിയ സഖി ഗംഗേ പയറൂ. ഈശ്വര ഇതെന്താ തടാകോ? ആരും കണ്ടില്ല. ഭാഗ്യം. ഹലോ ഹലോ ചിരിച്ചേ, ഒറ്റ ഫോട്ടോയെ കിട്ടുള്ളൂ മിസ്റ്റർ. ഒന്ന് ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. ഷോ എന്നെ നോക്കൂ. ഇത് കിട്ടണം. മാത്രല്ലേ ഇച്ച നീ ബ്രൂക്കാക്കി ഇഷ്ടമല്ല. അപ്പൊ ഇച്ചാനോട് ഞാനെങ്ങനെ ഇഷ്ടമെന്ന് പറയാം. ഇത് മലയാളി തും മലയാളി നഹി. സാഡ് പറയണല്ലേ? എന്നെ ഓടൊന്നും വിളിക്കാം. അപ്പൊ സാഡ് ഒന്നോളൂ. ഈച്ചപ്പൊടി. ഈച്ചപ്പൊടിയല്ലേ? ആർക്കും ഇഷ്ടമല്ല. മാത്രമല്ല ഈച്ച. എൻ്റെ ഈച്ചക്ക് ഇമ്പ്രൂവ് ചെയ്തൊന്നും ഇഷ്ടമല്ല. ബേജാറാക്കണല്ലോ. Second winner ആരാ?
കൃപ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ താഴെ പോവുകയാണ് ഗിഫ്റ്റൊക്കെ എടുത്തുകൊണ്ട്. അപ്പോൾ എന്തായാലും ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ബായ്.